ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നെല്ലിയാമ്പതിക്ക് പോവാ. എവിടേക്ക് പോണേ? നെല്ലിയാമ്പതി. അപ്പോൾ സൺഡേ ഞങ്ങള് ചുമ്മാ ഇറങ്ങിയതാ. രാവിലെ സമയം ഇപ്പം എത്രയായി? 9 മണി. നേരം വൈകി, എന്നാലും ചുമ്മാ നെല്ലിയാമ്പതി കറങ്ങി വരാനാ. അപ്പം ഇന്നത്തെ യാത്ര ബൈക്കിലാണ്. അപ്പോൾ ഇന്നത്തെ നെല്ലിയാമ്പതി വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ദേ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ദേ ഇന്ന് നമ്മുടെ ബുള്ളറ്റിലാണ് നമ്മൾ യാത്ര ഇന്നത്തെ പ്ലാൻ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇന്നത്തെ സാരഥികൾ. ഇച്ചുവരെ ഇത് അങ്ങനെ ഇന്ന് സുന്ദരി കുട്ടി ആക്കിയിട്ടുണ്ട്. ഇന്ന് പോളിസ്റ്ററിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് യാത്ര, കാരണം തണുപ്പായതുകൊണ്ട്. അങ്ങനെ ഇതേ ഗൂഗിൾ മാപ്പിൽ ഇതേ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തപ്പോൾ 62 കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതേ ഗൂഗിൾ മെച്ചോട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം 9:13. അപ്പോൾ 9:15 നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഇതേ നമുക്ക് ഇപ്രാവശ്യം കുതിരാൻ തൊട്ടടുത്ത് തന്നെയാണ്, കാരണം ഇതിലെ തൊട്ട് താഴെയാണ് ഇപ്പോൾ താമസിക്കണേ. മറ്റേത് കുറച്ച് ഇങ്ങോട്ട് വരണമായിരുന്നു. അങ്ങനെ നമ്മുടെ കുതിരാൻ തുരങ്കത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട്, അപ്പോൾ ബൈക്കും കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് പോകാറില്ല. അപ്പോൾ ഈ ബൈക്കും കൊണ്ട് അകത്ത് കയറിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് മൂകത നമുക്ക് മനസ്സിലായി. അന്യായ സൗണ്ടാണ്, ജാതി മുഴക്കായിരുന്നു കേട്ടോ നമ്മുടെ കുതിരാൻ്റെ അകത്ത്. ഏകദേശം ബൈക്കിൽ പോകുമ്പോഴാണ് നമ്മളിതിൻ്റെ ദൂരം മനസ്സിലാക്കണേ. കാറാകുമ്പോൾ നിശബ്ദമായിട്ടാണല്ലോ പോണത്. അങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂർ യാത്രയാണ് ഗൂഗിളിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 2 മണിക്കൂർ തന്നെ എടുത്തു നമ്മളിവിടെ എത്താനായിട്ട്. ഞാൻ അതിന് മുമ്പ് എത്തുന്ന വിചാരിച്ചേ. ഇപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടീനെ പെട്രോൾ അടിച്ച് നിറയ്ക്കാൻ വേണ്ടി നമ്മളിത് പന്തലമ്പാടത്ത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ കയറിയിട്ട് 600 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടാകും. അത്രയൊന്നും വേണ്ട, ഏകദേശം 150 കിലോമീറ്റർ മാക്സിമം ഓട്ടോ ഉള്ളൂ. പിന്നെ ഹൈ റേഞ്ച് കയറില്ലെന്ന് വെച്ചിട്ട് ഞാൻ 600 രൂപയുടെ പെട്രോൾ അടിച്ചു. പിന്നെ ഈ വണ്ടി എടുത്തതിന് ശേഷം ഇന്നേ വരെ ഹയർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. സർവീസിന് പോകുമ്പോൾ മാത്രം ചെക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ലോങ് ട്രിപ്പ് ഇന്ന് ആദ്യമായിട്ടാണ് ബുള്ളറ്റിൽ നമ്മൾ പോണേ. അപ്പോൾ ഇത് 2 ടയറിലും എയറൊക്കെ അടിച്ചത് നിറച്ചിട്ടുണ്ട്. കാരണം ഇനി പോണ വഴിയിൽ എയർ കുറഞ്ഞും പഞ്ചറായിട്ടൊന്നും നിൽക്കണ്ടെന്ന് വെച്ച് എയറൊക്കെ അടിച്ച് സെറ്റാക്കി. ഇനി ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പോണത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളൊരു 1.5 മണിക്കൂറും കൊണ്ട് നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ എത്തി. അപ്പം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് പോത്തുണ്ടി ഡാം കയറിയതിന് ശേഷം പോവാന്നാണ്. പിന്നെ നമുക്ക് തോന്നി പോത്തുണ്ടി ഡാമിൽ കയറി കഴിഞ്ഞാൽ ടൈം ഒരുപാട് വൈകും, കാരണം നെല്ലിയാമ്പതിയിൽ 5 മണിക്കുള്ളിൽ നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. അപ്പം ഞങ്ങൾ പോത്തുണ്ടി ഡാമിൽ തിരിച്ച് വരുന്ന സമയത്ത് കയറാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം നിങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്, കാരണം ഡാം 6 മണി വരെ ഉണ്ട്. നമുക്ക് നെല്ലിയാമ്പതിയിൽ 5 മണിക്കുള്ളിൽ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് കിടക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ പോത്തുണ്ടി ഡാം തിരിച്ച് വരുമ്പോൾ കയറാനാണ് പ്ലാനിങ് കിട്ടുക കേട്ടോ. അപ്പം നിങ്ങൾ പോണവർ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇതേ കൊല്ലംകോടിൻ്റെ ഭംഗി ഇതേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ ഡാമിൻ്റെ എൻഡിങ്ങിൽ തന്നെ നമ്മുടെ നെല്ലിയാമ്പതിയിലേക്കുള്ള വെൽക്കം ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് പോസ്റ്റ് ആണ് അടുത്തത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഹൈ റേഞ്ചിലേക്ക് കയറാനായിട്ട്. അപ്പോൾ പാസ് എടുക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ബ്ലോക്കായിരുന്നു നമുക്ക് ആ സമയത്ത്. അത് തന്നെ മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വല്ല ചീത്ത ഭാഗം കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിലുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് പാസ് എടുത്തിട്ട് നമ്മളിതേ ഫസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂവിലാണ് എത്തുക. ഇത് നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിൽ കയറി കാണുന്നതിനൊക്കെ ഭംഗി നമ്മൾ ഈ ഹൈ റേഞ്ച് കയറുമ്പോൾ തന്നെ കാണുന്ന വ്യൂ പോയിന്റ് ആണ്. ഈ ഡാം കയറാനാണ് നമ്മളിതിൻ്റെ താഴേന്ന് ടിക്കറ്റ് എടുത്ത് കയറുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡാമിൻ്റെ എല്ലാ ഭാഗവും കാണാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ അതേ ഇച്ചു ഉറക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇച്ചു വണ്ടി കയറി അപ്പോൾ ഉറങ്ങും, വണ്ടി നിർത്തിയാൽ എണീക്കുന്നത് കാറിലും അതുപോലെ തന്നെ ബൈക്കിലും ആളൊക്കെയാണ്. അങ്ങനെ ഇതേ തുടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചും മിണ്ടണ്ടാന്ന് പറഞ്ഞേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ആളൊഴിഞ്ഞ ഗ്യാപ്പിൽ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ ആണെന്നറിയാം, എന്നാലും തിരക്കില്ലാത്ത റോഡാണ്. അപ്പോൾ അതേ നമ്മൾ ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക്. കാരണം ഏകദേശം 20 കിലോമീറ്ററോളം നമുക്ക് ഇതുപോലെ തന്നെ കുന്ന് തന്നെയാണ് കയറുന്നത്. അപ്പോൾ ബൈക്കിൽ യാത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാരണം കാറിലെ പോക്കൊന്നും അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. കാരണം ഒന്നാമത് നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച സമയത്ത് എത്താനും പറ്റി, അതുപോലെ പാർക്കിങ്ങും. അങ്ങനെ ഹൈ റേഞ്ച് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇപ്പോൾ കുണ്ട്രച്ചാല പാലെന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പോയ സമയത്ത് ഇപ്പോൾ ഇന്ന് നവംബർ മാസത്തിൽ വെള്ളമൊന്നും ഇല്ലാത്ത കാരണം, മഴയില്ലാത്ത കാരണം വെള്ളച്ചാട്ടമൊന്നും ഇല്ല. എന്നാലും 1-2 സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വെള്ളത്തിൻ്റെ അരുവികൾ പോകുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ലോണം കുത്തൊലിപ്പ് ഉണ്ടാവും, നമുക്കത് കണ്ടറിയാം. അപ്പോൾ നമ്മളൊരുവിധം എല്ലാവിടെയും നിർത്തിയിട്ടാണ് പോയത്. ഒന്നാമത് ലോങ് ഡ്രൈവാണ്, മോളെയും കൊണ്ട് ബൈക്കിൽ ലോങ് ഡ്രൈവ് ഇപ്പോൾ ഇങ്ങനെ പോകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയായ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിർത്തി കണ്ടിട്ട് തന്നെ പോയേക്കണം കേട്ടോ. അപ്പോൾ കണ്ടാൽ പേടിയാവുന്ന പാറയാണ്. ഞാൻ ഏകദേശം 7 വർഷം മുമ്പാണ് നെല്ലിയാമ്പതിക്ക് പോയത്. അപ്പോൾ 7 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പോണേ. അപ്പോൾ ഇവിടെ നമുക്ക് കുരങ്ങന്മാരിൽ സിംഹവാലൻ കുരങ്ങാണ് കൂടുതൽ. അപ്പോൾ നമ്മളൊരുവിധം ഒരുപാട് സിംഹവാലൻ കുരങ്ങന്മാരെ നമ്മളിത് കണ്ടു. അങ്ങനെ ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ പിന്നിട്ടപ്പോൾ കണ്ടൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതുപോലൊരു 5-8 ഏകദേശം 5-8 വെള്ളച്ചാട്ടം നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് 16 കിലോമീറ്ററോടെ യാത്ര ചെയ്യണം നമുക്ക്
നെല്ലിയാമ്പതിയിലേക്ക് എത്താനായിട്ട്. അങ്ങനത്തെ നെല്ലിയാമ്പതിയിലെ ഒരു വ്യൂ പോയിൻ്റ് ആണിത്. ഏകദേശം 10 കിലോമീറ്ററോളം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ ഏകദേശം ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ടൂറിസ്റ്റേഴ്സൊക്കെ ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വണ്ടിക്കാരാണെങ്കിൽ റെസ്റ്റിംഗ്, അവിടെ നല്ല പാർക്കിംഗ് ഒക്കെ നല്ല ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ്. എല്ലാവരും പോകുന്നവരൊക്കെ ഇവിടെ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ മൂന്നാറിലെ ടോപ്പ് വ്യൂ പോലെ തന്നെയാണ് നെല്ലിയാമ്പതിയിൽ നമ്മൾ കയറി ചെന്നാൽ കാണുന്നത് കേട്ടോ. അതുപോലത്തെ മലനിരകൾ തന്നെയാണ് നെല്ലിയാമ്പതിയിൽ. അങ്ങനെ ദേ ഞങ്ങൾ 3 പേര് അവിടുത്തെ കാഴ്ചകൾ കണ്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഏകദേശം ഒരു 11 മണിയോട് കൂടി നമ്മളിതേ ഫസ്റ്റ് ഞങ്ങൾ വിട്ടത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതിനകത്തൊരു മണ്ടത്തരം പറ്റി. അപ്പം നിങ്ങൾ പോകുമ്പോൾ ഫസ്റ്റ് തൂക്കുപാലം പോയി കാണുന്നതാണ് ബെറ്റർ. കാരണം തൂക്കുപാലം പോകുന്ന റൂട്ട് ആന ഇറങ്ങും. അപ്പോൾ അത് പരമാവധി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോയി കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് കേശവമ്പാറ കയറി സീതാർകുണ്ടിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പം ഞങ്ങൾ ആദ്യം സീതാർകുണ്ടിലേക്കാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തൂക്കുപാലത്തിലേക്ക് പോകാൻ ഇത്തിരി റിസ്ക് വന്നു. അത് വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സീതാർകുണ്ട് നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു തട്ടുകടയിൽ കയറിയിട്ടാണ്. അപ്പോൾ അവിടെ കട്ടൻ ചായയാണ് നമുക്ക് കിട്ടിയത്. കട്ടൻ ചായയും ഒരു ഓംപ്ലേറ്റും, ബ്രെഡ് ഓംപ്ലേറ്റ്, ബിരിയാണി ഐറ്റംസ്, കപ്പ, ബീഫൊക്കെ ഉണ്ട്. പാൽച്ചായ ഇല്ല. അപ്പോൾ അതേ കട്ടൻ ചായയും ഒരു ഡബിൾ ഓംപ്ലേറ്റും കഴിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് യാത്ര തുടർന്നിയത്. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടകളില്ല കേട്ടോ. അപ്പോൾ അതേ സീതാർകുണ്ടിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് ഇതേ തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. അതൊരു പ്രത്യേക ഫീലാണ്. ഒന്നാമത് തണുത്ത ക്ലൈമറ്റും. അതുപോലെ ക്ലൈമറ്റ് പറയാനാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പല സ്ഥലങ്ങളിലും കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും വെയിലൊന്നും സംഭവം തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നത്തെ ദിവസം ഫുൾ മഞ്ഞും തണുപ്പ് തന്നെയായിരുന്നു. പിന്നെ വഴി ഭയങ്കര മോശമാണ്. വഴി ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ടർ കാരണം നമുക്ക് വണ്ടി ഓടിക്കാനേ പറ്റില്ല. ഒന്നാമത് വീതിയില്ലാത്ത റോഡ്. അതുപോലെ തന്നെ വലിയ വണ്ടികൾ എതിരെ വരുമ്പോൾ സൈഡ് കൊടുക്കാനായിട്ട് ഒട്ടും വീതിയില്ല. അങ്ങനത്തെ ഞങ്ങൾ 3 പേര് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ അടുത്ത ചെക്ക് പോസ്റ്റ് കേട്ടോ. സീതാർകുണ്ടിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അതൊരു ആൾക്കാരുടെ ഉണ്ടോ. അവിടെ അതേ നമ്മൾ ചെക്ക് പോസ്റ്റിൽ കണ്ട ഒരു പൂവാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പൂവ്. നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ കാരണം വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഒരു പ്രത്യേകതരം ഇലയിൽ പ്രത്യേകതരം ഒരു പൂക്കളാണ് അതിനകത്ത് സെറ്റ് ആയിക്കണേ. പ്ലാസ്റ്റിക് പൂവാന്ന് നമുക്ക് കണ്ടാൽ തോന്നും. അങ്ങനെ സീതാർകുണ്ട് വ്യൂയിലേക്കുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് വ്യൂ പോയിന്റിലേക്ക്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഫസ്റ്റ് സീതാർകുണ്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട്. നവംബർ മാസം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തേയില വിൽപ്പന കേന്ദ്രമാണ്, സെയിൽസ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ തേയില ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പം നമ്മളവിടെ നിന്ന് എ വി ടിയുടെ കമ്പനിയിൽ നിന്ന് നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ സീതാർകുണ്ടിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇതിനൊരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം 7 വർഷം മുമ്പ് ഞങ്ങൾ കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയത് ഇങ്ങോട്ടാണ്. അപ്പോൾ അന്നത് കോളേജിലോ മറ്റാർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളത് വെളിപ്പെടുത്തുകയാണ്. കോളേജിൽ നിന്ന് ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോയിട്ടുണ്ടായിരുന്നു ക്ലാസ് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഏകദേശം 7-8 വർഷമായി ഞാനിങ്ങോട്ട് വന്നിട്ട് കേട്ടോ. ഒരു മാറ്റവും ഇതിനെ സംഭവിച്ചിട്ടില്ല. അന്നത്തെ അതേ പരിപാടി തന്നെ. അപ്പോൾ ഇച്ചുവിന് പിന്നെ തണുപ്പൊന്നും വലിയ വിഷയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കുറേ പ്രിക്കോഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇച്ചു എ സിയിലൊക്കെ കിടന്ന് സെറ്റ് ആയതുകൊണ്ട് തന്നെ തണുപ്പ് ആൾക്ക് വിഷയമല്ല. ഒന്നത് പുതക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ പോകാനായിട്ട് യാതൊരു പ്രശ്നം ഇച്ചുവിനോണ്ടില്ല. നല്ല തണുപ്പത്ത് ഞങ്ങൾ ഐസ്ക്രീം തന്നെ തിന്നും. അങ്ങനെ സീതാർകുണ്ട് വ്യൂ നമ്മളിത് അടിപൊളിയായിട്ട് ആസ്വദിച്ചു. ഇപ്പോൾ നെല്ലിയാമ്പതിയുടെ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് തന്നെ സീതാർകുണ്ട് വ്യൂ തന്നെയാണ്. കാരണം ഈ നെല്ലിമരം കാണാത്ത വീഡിയോസ് ഉണ്ടാവില്ല. ഇത് കാണുന്ന നെല്ലിമരം തന്നെയാണ് നമ്മൾ ഏതൊരു വീഡിയോസ് എടുത്താലും ഫസ്റ്റ് കാണാവുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ കാണാൻ അടിപൊളിയാണ്. കൊല്ലങ്കോടിൻ്റെ ഭംഗി താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് കാണുന്നതാണ് കൊല്ലങ്കോട് ഗ്രാമം. അപ്പോൾ കോട ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിലൊന്നും ക്ലിയർ അല്ല. നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോരാൻ നേരത്തായപ്പോഴേക്കും ഒട്ടും കാണാൻ പറ്റാത്ത കണ്ടീഷനിലായിട്ടോ. കാരണം അത്ര തണുപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്തു. കാരണം ഞാൻ വാഗമണ്ണ് പോയപ്പോൾ എനിക്ക് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നെല്ലിയാമ്പതിയിൽ ഇപ്പോൾ ഈ സീസണിൽ പോവുകയാണെങ്കിൽ നല്ല കോടയൊക്കെ കണ്ട് ട്രിപ്പ് അടിച്ച് പോരാൻ പറ്റും. അപ്പോൾ ഇതെൻ്റെ വൈഫ് എടുത്തൊരു ഭാഗമാണ്. പുള്ളിക്കാരിക്ക് ഇത് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ തേയിലയുടെ ഇടയിൽ നട്ടു വളർത്തിക്കണ മരങ്ങളാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കണം കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് പുള്ളി എടുത്തൊരു വീഡിയോ ആണ്. സംഭവം കൊള്ളാം. ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്. അതെന്ത് മരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് ഈ തേയിലയുടെ ഇടയിൽ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. പൈൻ മരമാണോ അല്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സീതാർകുണ്ടിൽ നിന്ന് ഏകദേശം ഒരു 12:30 കൂടി നമ്മളിത് തിരിച്ചിറങ്ങിയിട്ടാണ്. അപ്പോൾ സീതാർകുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് ഫാമാണ്. അപ്പോൾ ഇച്ചുതേ താഴെ നിന്നുള്ള പരിപാടിയാണ്. ചെരുപ്പ് ഇടൂല, എന്നാൽ താഴത്തോടെ പോകും വേണം. അപ്പോൾ അവൾ എടുക്കാമെന്ന് പറഞ്ഞതിന് വാശി പിടിച്ച് കരയണത് കാണണേ. അപ്പോൾ ആ വടി കളഞ്ഞതിനാണ് അവിടെ ഇരുന്ന് കരയണത്. അപ്പം ഞാൻ വേറൊരു വടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുറ്റ അടിച്ചു വാരിയാണ് പുള്ളിക്കാർ വരട്ടെ. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, അടിച്ചു വാരി ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ.
അങ്ങനെയാണ് പുള്ളിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതേ നമ്മൾ സീതാർകുണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മളിത് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ടൗണിലൊരു ഹോട്ടലിൽ കയറിയിട്ടാണ്. അപ്പോൾ 150 രൂപയുടെ ബിരിയാണി കാണുന്നത്. സംഭവം ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ അത്രയ്ക്ക് അങ്ങോട്ട് മോശമാണ്. ബിരിയാണി കുഴപ്പമില്ല, പക്ഷേ തീരെ ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ വിശപ്പ് മാറാത്തൊരു രീതിയിൽ നമ്മളവിടെ ഇറങ്ങിയത്. പക്ഷേ ഊണുണ്ടായിരുന്നു, ഊണ് കഴിക്കാൻ നമുക്ക് തോന്നിയില്ല. അങ്ങനെ അടുത്ത സ്പോട്ട് നമ്മളിത് ഗവൺമെൻറ് ഓറഞ്ച് ഫാമിലേക്കാണ് പോയത്. ഓറഞ്ച് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി കേട്ടോ, ഓറഞ്ച് കാണാനായിട്ട്. പക്ഷേ നമ്മുടെ ഹിതഭാഗ്യം കൊണ്ട് നമുക്ക് ഓറഞ്ച് കാണാൻ പറ്റിയില്ല. കാരണം ഓറഞ്ച് സീസൺ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണെന്ന് പറഞ്ഞു. എന്നാലും ചില മരങ്ങളിൽ ഓറഞ്ചിൻ്റെ പൊടി പോലെ കായകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് പോയില്ല അത് കാരണം. പിന്നെ അതേ ഇവിടുത്തെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ചാമ്പ മരത്തണൽ. ഇത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇത് മുഴുവൻ നിൽക്കുന്നത് ചാമ്പ മരമാണ്. ചാമ്പയുടെ അടിഭാഗത്ത് ഒരു തരം പോളി മെറ്റീരിയൽ വിരിച്ചിട്ട് അവിടെ ഒരു സീറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം കൊള്ളാം, നല്ല തണുപ്പുണ്ട്. പുറമേക്കാ തണുപ്പ് അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അങ്ങനത്തെ അവിടുത്തെ ഫ്ലവറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. എന്തായാലും ഫാം നോക്കുന്ന ആൾക്കാർ അടിപൊളിയായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഫാമാണ് കേട്ടോ. അപ്പോൾ അതേ അവിടെ ഒരു ഏറുമാടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുവിധ ആൾക്കാരെല്ലാവരും ആ ഏറുമാടത്തേക്ക് കയറുന്നുണ്ട്. സംഭവം താഴെ നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുമെങ്കിലും മുകളിലെത്തിയിട്ട് താഴ്ത്തി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി അത് കയറുള്ള അത്ര റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം മോളെടുത്തത് കയറാനൊന്നും എളുപ്പമല്ല. അപ്പോൾ അതേ എൻ്റെ പെണ്ണുമ്പിള്ള അതേ പിടച്ച് കയറാനാണ് കാണുന്നത്. അപ്പം മുകളിലെത്തി കഴിഞ്ഞപ്പം എനിക്ക് മറ്റേ സിനിമയിലെ ജയറാമിൻ്റെ ഒരു സിനിമയിലെ രംഗമാണ് ഓർമ്മ വന്നത് കേട്ടോ. ഫയർഫോഴ്സിനെ വിളിക്കേണ്ട ഗതികേടായിരുന്നു പുള്ളിക്കാരി മുകളിലെത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതേ പമ്മി കയറിപ്പോകാൻ എളുപ്പമാണ്. കാരണം ഈ കോണി ഭയങ്കര കുത്തനാച്ചാണ്. എന്നാലും പുള്ളിക്കാരി കയറി ഏറുമാടത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് ഇത് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ വലിയ പങ്കപ്പാടെ. അങ്ങനെ ആ പകുതി ഇറങ്ങി കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചു കുഴിയാന പറഞ്ഞ വലിയ പിറകോട്ട് ഇറങ്ങിയിട്ടാണ് ഏറുമാടത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. കയറുന്നവർക്ക് പെട്ടെന്ന് കയറി പോവും, പക്ഷേ തിരിച്ചിറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സംഭവം കൊള്ളാം, ഫാമൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറി ചെയ്തിട്ട്. അപ്പോൾ അത് ഏറുമാടം കയറി ഇറങ്ങുന്ന അമ്മേനെ നോക്കി ദയിച്ചു ബാബ എന്ന് വിളിക്കുകയാണ് കാണുന്നത് കേട്ടോ, വേഗം ഇറങ്ങി പോരാനായിട്ട്. അമ്മ അതേ അവിടെ നിന്ന് നേരെ ഇറങ്ങിയ ആൾ ഇതേ തിരിച്ചാൽ പിന്നെ ഇറങ്ങണേ. അപ്പോൾ അതേ ഇതൊരു അമ്പൽക്കുളമാണ്, പൂക്കളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രുമല്ലി കൊള്ളാം, തീരെ ഹൈറ്റ് കുറഞ്ഞ സെൻട്രുമല്ലിയാണ്. ഇഷ്ടം പോലെ പൂ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വിത്ത് കിട്ടുമെന്ന് ഞാൻ നോക്കി, പക്ഷേ അത് പറിച്ച് കഴിഞ്ഞാൽ 500 രൂപ ഫൈനാണ് എഴുതി വെച്ചേക്കണേ. അങ്ങനെ അതേ ഓറഞ്ച് തോട്ടത്തിലേക്ക് കയറിയിട്ടോ. അവിടെ ക്യാബേജ് അതുപോലെ ഒരുവിധം പല പച്ചക്കറികൾ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെന്ന സമയത്തൊക്കെ ഇതൊക്കെ ഇട്ട സമയം, അതായത് വിത്തിട്ട സമയം, ഒക്കെ മുളച്ചാവുന്നേ ഉള്ളൂ. ഈ ഫാം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് സമയം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏപ്രിൽ മെയ് മാസമാണെന്ന് പറഞ്ഞത്. പിന്നെ ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ്. ഇതിങ്ങനെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നല്ലപോലെ വിളവെടുക്കാമെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കാരണം നല്ലതുപോലെ കായ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്, ഇഷ്ടം പോലെ കായ. പാഷൻ ഫ്രൂട്ട് ഓട്ടോമാറ്റിക് എല്ലാ വീട്ടിലും ഉണ്ടാവും, എന്നാലും ഇത് നല്ലപോലെ കായുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതേ മറ്റേ മുന്തിരി തോട്ടത്തിൽ കൂടെ പോണ പോലെ ഞങ്ങൾ 3 പേര് അടിക്കടതി പാഷൻ ഫ്രൂട്ടിൻ്റെ അടിക്കടതി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കായകൾ കണ്ടോ, നല്ല നല്ല വലിയ കായകളാണ്. നല്ല വലിപ്പമുണ്ട് കായകൾക്ക്, തുരാന്ന് കായാണ് പാഷൻ ഫ്രൂട്ട്. ഇപ്പോൾ സംഭവം ഇങ്ങനെ പന്തലിട്ട് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജാം ഐറ്റംസൊക്കെ ഉണ്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട്, അതുപോലെ ഓറഞ്ചിൻ്റെ ഉണ്ട്. പിന്നെ അതേ അവിടെ നിന്ന് നേരെ വിട്ട് നമ്മൾ കേശവൻപാറയിലോട്ടാണ്. കേശവൻപാറ വ്യൂ പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചക്ക ഐസ്ക്രീമും അതുപോലെ ഒരു സ്പാനിഷ് ഡിലൈറ്റും കഴിച്ച് ഞങ്ങളത് 20 രൂപ ടിക്കറ്റ് എടുത്ത് കേശവൻപാറ കയറാൻ പോയി. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ നടന്നതൊന്നും നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കേശവൻപാറ കയറി ഇറങ്ങിയതോടുകൂടി നമ്മുടെ ഉപ്പാട് ഇളകി. കാരണം ഏകദേശം 1/2 കിലോമീറ്ററോളം നമുക്ക് ഈ കല്ലുംകൂട്ടത്തോടെ നടന്നു വേണം പാറയുടെ ചോട്ടിലെത്താനായിട്ട്. അതുപോലെ പാറയുടെ ചോട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പാറ കയറും. അപ്പോൾ 7 വർഷം മുമ്പ് ഞങ്ങൾ വന്നപ്പോഴും ഇതിങ്ങനെ തന്നെയാണ് കിടക്കുന്നത്, ഇന്നും ഇതിങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പാറയുടെ മുകളിൽ ഓടിപ്പടച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ വ്യൂ ഒന്നും ഇവിടെ നിന്ന് കാണാനില്ല, എന്നാലും ഒരു രസം. ഇതിൽ കൂടുതൽ വ്യൂ നമുക്ക് സീതാർകുണ്ടിയിൽ നിന്നും അതുപോലെ ആ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഈ കാണുന്നത് നമ്മൾ താഴേന്ന് കണ്ട പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയറാണ്. അത് ഈ പാറയമ്മ കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തിയോടെ കാണാം. പിന്നെ ഈ പാറയമ്മ കയറി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈ റേഞ്ച് കയറി വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ആ പാറയുടെ മുകളിലുള്ളൊരു കുഞ്ഞൊരു വീടാണ്. എന്തിനാണ് അവിടെ ഉണ്ടാക്കിയത് നമുക്കറിയില്ല. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണോ പണിക്കാരാണോന്ന് നമുക്കറിയില്ല. അപ്പോൾ ലോങ് സൈറ്റിൽ ഞാൻ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ അതേ അങ്ങനെ പാറ കയറി ഞങ്ങൾ കീപ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ കൂടെ, അതായത് നമ്മുടെ ഹൈ റേഞ്ച് ചുറ്റി വരുന്ന വണ്ടികളെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇത്തിരി കുത്തനുള്ള ഇറക്കമാണ്. ഈ പാറ കൈവിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും താഴെ വീഴും. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടികൾ കയറി ഇറങ്ങണ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ താഴെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോഡ് ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേ വണ്ടികൾ ഇത് ഓരോ റേഞ്ച്, അതായത് മലയുടെ സൈഡിൽ കൂടെ ഓരോരോ പാതി കൂടെ കടന്നു പോകണമെങ്കിൽ കാണണേ.
അങ്ങനെ നമ്മൾ കേശവൻപാറ കണ്ട് നേരെ തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോയത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സാധിച്ചില്ല, കാരണം നമ്മൾ ഇത് കടക്കുമ്പോൾ ഏകദേശം 4 മണിയായി. അപ്പം നമുക്കിനി ഇവിടുന്ന് 12 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ആ യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനശല്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മോളെയും വെച്ച് ഈ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോക്ക് എളുപ്പമല്ല. മോളെ നല്ല ആനശല്യം ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി അങ്ങനത്തെ യാത്രകളൊന്നും ഞങ്ങൾ നടത്താറില്ല. അപ്പം ഞങ്ങളിത് തൂക്കുപാലം ഞങ്ങൾ ഒഴിവാക്കി കുറച്ച് നേരം അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ, കാരണം അത്ര റിസ്ക് ഉള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ AVTയുടെ ഒരു ഫാക്ടറിയുടെ മുമ്പിൽ തിരിച്ച് വരുന്ന വഴിക്ക് കേശവൻപാറ കയറുന്ന സൈഡിൽ തന്നെയാണ് AVTയുടെ ഔട്ട്ലെറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ AVTയുടെ പ്രീമിയം ചായപ്പൊടി ഒരെണ്ണം വാങ്ങിയിട്ടാണ് 110 രൂപയാണ് ആകെ ആയത്. 1 കിലോയ്ക്ക് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ AVTയുടെ ഫാക്ടറിയാണ് നമുക്ക് റൈറ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങി നമ്മളിത് നേരെ മല ഇറങ്ങി. അപ്പോൾ സിംഹവാലം കുരങ്ങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് സിംഹവാലിനെ നമ്മൾ കണ്ടത്. അങ്ങനെ ഏകദേശം 5 മണിയോടുകൂടി നമ്മളിത് താഴെത്തി. അപ്പോൾ പോത്തുണ്ടി ഡാമിലാണ് പിന്നീട് നമ്മൾ അവസാനത്തെ എല്ലാം ചിലവഴിച്ചത്. അപ്പോൾ 20 രൂപ ടിക്കറ്റും എടുത്ത് നമ്മളിത് പോത്തുണ്ടി ഡാമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കേശവൻപാറയും പോത്തുണ്ടി ഡാമും ഏകദേശം നടന്നു വയ്യാണ്ടാവുന്നൊരു സംഭവമാണ്. ഒന്നാമത് ആ കയറുന്ന സ്റ്റെപ്പ് കണ്ടോ, ആ സ്റ്റെപ്പ് മുകളിൽ കയറിയാലാണ് ഡാമിൻ്റെ മുകളിലെത്താൻ പറ്റുക. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കയറിയത് വെറുതെയാണെന്ന്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഡാമിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന അതാണ് ഈ പുല്ലുകൾ. നമുക്ക് ഇപ്രാവശ്യം ഡാമിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഒരുപാട് പുല്ലുകളാണ് ഡാമിൻ്റെ സൈഡിൽ മുഴുവൻ വളർന്നു നിൽക്കണേ. ഒരു വിധത്തിലുള്ള കയറിങ്ങോ കയറലൊന്നും ഇല്ലയെന്ന് നമുക്കതിന് മനസ്സിലാക്കാം. അപ്പോൾ വെള്ളം നിറഞ്ഞാണ് കിടക്കുന്നത്. മാക്സിമം വാട്ടർ ലെവൽ എത്താൻ ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂടി വെള്ളം പൊന്തി കഴിഞ്ഞാൽ മാക്സിമം വാട്ടർ ലെവൽ എത്തും ഡാം. അതേ ഡാം വിശാലമായി കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല, എങ്ങനെയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകണേന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ വെള്ളം ആസ്വദിച്ചത് ഈച്ചോടെ നിൽക്കണ കാരണമാണ് അവിടെ നിന്ന് കേട്ടോ. കാരണം പുള്ളിക്കാരി ആ ഗേറ്റ് ചവിട്ടി നിൽക്കുക, അപ്പോൾ അവൾക്ക് റിലാക്സ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഡാമിൻ്റെ ഭംഗി കൊടുക്കുന്നത് ബാക്കിലത്തെ മലനിരകളാണ്. കാരണം ഡാമിൻ്റെ ബാക്ക് സൈഡിൽ മുഴുവൻ കോടമഞ്ഞിറങ്ങിയ മലകളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമം തോന്നി, കാരണം ഇത്ര അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഡാമിൻ്റെ മുകൾ ഭാഗത്ത് നടക്കുന്നിടത്ത് അപ്പടി പുല്ലാണ്, നിറച്ച് പുല്ലാണ്. ഇത് പറഞ്ഞിട്ട് ടാർ ചെയ്ത റോഡിൻ്റെ 2 സൈഡും പുല്ല് നിറഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്, കാരണം നല്ലൊരു വരുമാനം ഡാമിൽ നിന്ന് തന്നെ ഉണ്ട്, കാരണം അത്രയധികം തിരക്ക് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അവിടെ ചുറ്റിക്കറങ്ങി സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഡാമിൽ താഴത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിങ് ആയി. അപ്പോൾ ഇച്ചുവൻ ആ സമയത്ത് ഒരു ബേബീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ ബേബിയുടെ കൂടെ കയറിയിരുന്ന് ഇച്ചും ബേബിയും സെറ്റായിട്ടാണ്. 2 പേരും ഭയങ്കര ഹാപ്പി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി, കാരണം അവിടെ ഓടി നടന്ന് വയ്യാണ്ടാവാല്ലാണ്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഇപ്പം നമ്മൾ നേരെ ഗാർഡനിലോട്ട് ഇറങ്ങി. പിന്നെ ഡാമിൻ്റെ ഗാർഡനിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, അതുപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ടോയ്സ്, കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്, പാർക്ക് അതൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഊഞ്ഞാലുകൾ. അപ്പോൾ ഇച്ചുവിനെ 1-2 സ്ഥാനത്തിലൊക്കെ കയറ്റിയായിരുന്നു കേട്ടോ. ഇച്ചുവിനുള്ള പ്രായമാണുള്ളൂ. അപ്പോൾ ഈ ഊഞ്ഞാലിൻ്റെയൊക്കെ അവസ്ഥ നോക്കി. അപ്പോൾ ഇതൊക്കെ കുടിയാൻ കാരണം വലിയ വലിയ ആൾക്കാർ അതിനകത്തിരുന്ന് ഊഞ്ഞാലടിട്ടാന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ ഈ ഗാർഡുമാരൊക്കെ നമ്മളെ വന്ന് വിസിലടിക്കണത് ഇതുകൊണ്ടാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ സൈക്ലിങ്, അതുപോലെ ഇതിന് ഞാൻ പറയുന്ന പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ കുട്ടികളൊന്നും പേടിയില്ലാണ്ട്, അതാ 2 പേരും ചെറിയ കുട്ടികളാണ് കേട്ടോ. ഒരു പേടിയില്ലാണ്ടാണ് അതിനകത്ത് പോണത്. നമുക്ക് പേടിയാണ് സൈക്കിൾ ഓട്ടി പോകാനും ഇതൊക്കെ പോകും. നമ്മളതിനകത്തൊന്നും കയറിയില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിങ്, അതുപോലെ റിമോട്ട് കാറ്, പിന്നെന്താ അമ്പെയ്ത്ത്, അതൊക്കെ ഉണ്ട്. കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് അതിനകത്ത് പങ്കെടുക്കണമുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ടിക്കറ്റാണ്, 20 രൂപ ടിക്കറ്റ് പ്ലസ് സ്പെഷ്യൽ ടിക്കറ്റാണ് ഇതിനൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടു നിന്നു കേട്ടോ. സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ ഇച്ചു ആദ്യമായിട്ടാണ് ഇഴുകി ഇറങ്ങുന്നതെന്ന് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോകണം കേട്ടോ. ആദ്യത്തെ വട്ടം അമ്മ പിടിച്ചിറക്കി, 2ാമത്തെ വട്ടം പുള്ളിക്കാരി അതിൻ്റെ ഒരു ടെക്നിക്ക് പഠിച്ചെടുത്തു. അങ്ങനെ പുറത്തിറങ്ങി. ഇഷ്ടം പോലെ ടോയ്സ് ഐറ്റംസ് ഒക്കെ പോത്തുണ്ടി ഡാമിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു തൊപ്പിയും അതുപോലെ ഐസ്ക്രീമും കാറിലേക്കാണ് മേടിച്ചത്. പിന്നെ ഇതൊന്നും ആവശ്യമുള്ള സാധനങ്ങളല്ലാത്ത കാരണം ഒന്നും വാങ്ങിയില്ല. അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാനായിട്ടുള്ളത് നമ്മൾ അത്താഴം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ വീടെത്തുമ്പോൾ ഏകദേശം 7:30 ആവും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ശരി, നമുക്ക്